മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഈ കുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽസലാം. അന്ന് ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാലിടുന്നു നല്ല നാടിനാം. ലാൽസലാം 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 ലാൽസലാം. മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഈ കുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽസലാം. അന്ന് ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാലിടുന്നു നല്ല നാടിനാം. ലാൽസലാം 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 ലാൽസലാം. മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഈ കുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽസലാം. അന്ന് ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാലിടുന്നു നല്ല നാടിനാം. ലാൽസലാം 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 ലാൽസലാം. അറസ്റ്റ് വാറണ്ടും അതുപോലെ അവർക്കെതിരെ മനുഷ്യത്വ കടത്ത് ഇട്ടുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെയാണ് നമ്മൾ രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തുന്നത്. ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സഖാവ് ജില്ലാ സെക്രട്ടറി സഖാവ് സുമതിയെ ക്ഷണിച്ചുകൊള്ളുന്നു. കന്യാസ്ത്രീകളെ തടങ്കിലിട്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും നമുക്കത് അംഗീകരിച്ചു പോകാൻ പറ്റുന്നതല്ല. കന്യാസ്ത്രീകളെ ഏത് മതത്തിലും ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാനുള്ള അധികാരങ്ങൾ നമ്മുടെ ഭരണഘടനയിലുണ്ട്. അത് മതം മാറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ നിഷ്കർഷിച്ചിട്ടുള്ളൂ. ഇത് അവർ സ്വയമേ ഒരു മതത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോകാം. അവർ 5 വർഷമായിട്ട് യേശുവിനെ വിശ്വസിക്കുന്ന ആൾക്കാരായിരുന്നു ആ കന്യാസ്ത്രീകളുടെ കൂടെ ഉണ്ടായിരുന്നത്. അതിനെതിരെ അവരെ തടങ്കിൽ ഇടുകയും കാണാൻ തന്നെ എല്ലാവരും പോകാൻ വിടാത്ത ഒരവസ്ഥയിലാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെയാണ് നമ്മളുടെ ഒരു ഇങ്ങനെയുള്ള പ്രതിഷേധ പ്രകടനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്ത്രീകളായ ആ കന്യാസ്ത്രീകളെ വെറും നിലത്താണ്, ഒരു കട്ടിൽ പോലും കൊടുക്കാതെ നിലത്ത് ഷീറ്റ് വിറ്റാണ് അവർ കടത്തിയിട്ടുള്ളത്. അവരെ ആ ഒരു വസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു കന്യകാത്വത്തുള്ള ഒരു വസ്ത്രമാണ്. ആ വസ്ത്രത്തിനെ പോലും ലംഘിക്കുന്ന രീതിയിലാണ് അവിടുത്തെ ഭരണഘടന അവിടുത്തെ ഭരിക്കുന്നവർ ആക്കിയിട്ടുള്ളത്. അതിനെതിരെയാണ് നമ്മളൊരു പ്രതിഷേധ പ്രകടനം ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഈ പ്രതിഷേധ പ്രകടനത്തിൽ നമ്മളെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി സുമതി അട്ടിയാണ്. സുമതി അട്ടിയെ സ്വാഗതം ചെയ്യുന്നത്. അതോടൊപ്പം നമ്മളെ ഏരിയ കമ്മിറ്റി മെമ്പർമാർ നമ്മളെ എല്ലാ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനായി
കന്യാസ്ത്രീകളെ തടങ്കലിട്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും നമ്മൾക്കത് അംഗീകരിച്ചു പോകാൻ പറ്റുന്നതല്ല. കന്യാസ്ത്രീകൾ ഏത് മതത്തിലും ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാനുള്ള അധികാരങ്ങൾ നമ്മുടെ ഭരണഘടനയിലുണ്ട്. അത് മതം മാറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ നിഷ്കർഷിച്ചിട്ടുള്ളൂ. ഇത് അവർ സ്വയമേ ഒരു മതത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോകാം. അവർ 5 വർഷമായിട്ട് യേശുവിനെ വിശ്വസിക്കുന്ന ആൾക്കാരായിരുന്നു ആ കന്യാസ്ത്രീകളുടെ കൂടെ ഉണ്ടായിരുന്നത്. അതിനെതിരെ അവരെ തടങ്കിൽ ഇടുകയും കാണാൻ തന്നെ എല്ലാവരും പോകാൻ വിടാത്ത ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അതിനെതിരെയാണ് നമ്മളുടെ ഒരു ഇങ്ങനെയുള്ള പ്രതിഷേധ പ്രകടനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്ത്രീകളായ ആ കന്യാസ്ത്രീകളെ വെറും നിലത്താണ്, ഒരു കട്ടിൽ പോലും കൊടുക്കാതെ നിലത്ത് ഷീറ്റ് വിറ്റാണ് അവർ കിടത്തിയിരുന്നത്. അവരെ ആ ഒരു വസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു കന്യകാത്വത്തുള്ള ഒരു വസ്ത്രമാണ്. ആ വസ്ത്രത്തിനെ പോലും ലംഘിക്കുന്ന രീതിയിലാണ് അവിടുത്തെ ഭരണഘടന, അവിടുത്തെ ഭരിക്കുന്നവർ ആക്കിയിട്ടുള്ളത്. അതിനെതിരെയാണ് നമ്മളൊരു പ്രതിഷേധ പ്രകടനം ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഈ പ്രതിഷേധ പ്രകടനത്തിൽ നമ്മളെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി സുമതി അട്ടിയാണ്. സുമതി അട്ടിയെ സ്വാഗതം ചെയ്യുന്നത്. അതോടൊപ്പം നമ്മളെ ഏരിയ കമ്മിറ്റി മെമ്പർമാർ, നമ്മളെ എല്ലാ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിരപേക്ഷമാണ് നമ്മുടെ രാജ്യം. എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. മതരാഷ്ട്രമല്ല. മറ്റ് ചില രാജ്യങ്ങളിലുള്ള പോലെ മതരാഷ്ട്രമല്ല ഇന്ത്യ എന്ന് പറഞ്ഞത്. മതേതരത്വ രാജ്യമാണ്. ഒട്ടേറെ മതങ്ങൾ ജീവിച്ച് അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. പക്ഷേ ആ രാജ്യത്തിനകത്ത് ഇപ്പോൾ അരക്ഷിതാവസ്ഥയും അതുപോലെ തന്നെ ഭയവും വിദ്വേഷവും ഒക്കെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് BJPയും RSSും സംഘപരിവാർ ശക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ, കോടതിക്ക് മുമ്പിൽ ജഡ്ജി കയറി പോകുമ്പോൾ ഒട്ടേറെ ആളുകൾ അവിടെ തമ്പടിച്ചു കൂടി ഇതിനെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. അവിടെ ജാമ്യം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ കോടതിക്ക് പുറത്ത് ഭദ്രകലിന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ആളുകൾ വലിയ ആഘോഷത്തോടു കൂടി മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടു. നമ്മുടെ രാജ്യത്താണ് നിൽക്കുന്നത്. നമ്മുടെ വൃന്ദാകാരടക്കമുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ ആ കന്യാസ്ത്രീകളെ കാണാൻ വേണ്ടി പോയി. അവർ ഒറ്റിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്നാണ് ചോദിച്ചത്. ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ, ഞങ്ങൾ ഇന്ത്യക്കാരല്ലാത്ത രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയത് എന്നാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നാളെ ഇതോ എല്ലാവർക്കും നമ്മുടെ രാജ്യത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാർ ശക്തികൾക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത് നിരപേക്ഷമാണ് നമ്മുടെ രാജ്യം. എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. മതരാഷ്ട്രമല്ല. മറ്റ് ചില രാജ്യങ്ങളിലുള്ള പോലെ മതരാഷ്ട്രമല്ല ഇന്ത്യ എന്ന് പറഞ്ഞത്. മതേതരത്വ രാജ്യമാണ്. ഒട്ടേറെ മതങ്ങൾ ജീവിച്ച് അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. പക്ഷേ ആ രാജ്യത്തിനകത്ത് ഇപ്പോൾ അരക്ഷിതാവസ്ഥയും അതുപോലെ തന്നെ ഭയവും വിദ്വേഷവും ഒക്കെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് BJPയും RSSും സംഘപരിവാർ ശക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ, കോടതിക്ക് മുമ്പിൽ ജഡ്ജി കയറി പോകുമ്പോൾ ഒട്ടേറെ ആളുകൾ അവിടെ തമ്പടിച്ചു കൂടി ഇതിനെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. അവിടെ ജാമ്യം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ കോടതിക്ക് പുറത്ത് ഭദ്രകലിന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ആളുകൾ വലിയ ആഘോഷത്തോടു കൂടി മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടു. നമ്മുടെ രാജ്യത്താണ് നിൽക്കുന്നത്. നമ്മുടെ വൃന്ദാകാരടക്കമുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ ആ കന്യാസ്ത്രീകളെ കാണാൻ വേണ്ടി പോയി. അവർ ഒറ്റിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്നാണ് ചോദിച്ചത്. ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ, ഞങ്ങൾ ഇന്ത്യക്കാരല്ലാത്ത രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയത് എന്നാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നാളെ ഇതോ എല്ലാവർക്കും നമ്മുടെ രാജ്യത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാർ ശക്തികൾക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രകടനം നടത്താനുണ്ടായ കാരണങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിനകത്ത് വടക്കേണ്ടത് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് കേരളത്തിൽ നിന്നുള്ള മലയാളികളായ 2 കന്യാസ്ത്രീകൾ വലിയ ശക്തിയിൽ വെച്ച് ബജറംഗ് പ്രവർത്തകർ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലടക്കുകയുണ്ടായി. ഉടനെ തന്നെ വലിയ കുറ്റമാണ് അവരുടെ നേതൃത്വത്തിൽ മനുഷ്യക്കടത്തും അതുപോലെ തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനം, അതുപോലെ മതവഴി വർത്തനം തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് കന്യാസ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും അതിന്റെ ഭാഗമായി വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്ക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്ക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.
ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold and Diamonds, Kerala and Karnataka, the glow of purity.